ഹായ് ഹലോ, ഇന്നത്തെ ചെടി വിശേഷങ്ങൾ കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ചെടികളെല്ലാം നനച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം വൈകുന്നേരം നോമ്പ് തുറൻ്റെ ഒരു തിരക്കാണ്. അതുകൂടാതെ രാവിലെയൊക്കെ തന്നെ ഉണരാനും വൈകും. അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ കുറച്ച് ഫുൾ വീഡിയോ ഇടുന്നൊക്കെ കുറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടേ ഇനി വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ചെടികളൊന്നും നന്നായിട്ടൊന്ന് ഡീപ്പായിട്ട് നനച്ച് കൊടുത്താൽ കേട്ടോ. ഫുള്ളായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ദിവസം ഞാൻ വളമൊക്കെ കൊടുക്കണമെന്ന് വിചാരിക്കുന്ന സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ക്രീപ്പർ ജാസ്മിൻ എന്ന് പറഞ്ഞ ചെടിക്ക് എന്തോന്ന് പറ്റിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ചെടി കുറച്ച് നിങ്ങളോട് നീക്കി വെച്ചത്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു സൈഡിൽ ഇത്തിരി വെള്ളവും നിൽക്കും കേട്ടോ. നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ നിന്ന് വരുന്ന നമ്മളെ ഡ്രൈനേജ് ഹോൾസിൽ കൂടി വരുന്ന വെള്ളമൊക്കെ ഇവിടെ വന്ന് നിൽക്കും. കുറച്ച് ടൈം അവിടെ ഇത്തിരി വെള്ളം ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് ഉണങ്ങി പോകട്ടെ. നല്ല വെയിലല്ലേ, പെട്ടെന്ന് ഉണങ്ങി പോകും. അപ്പോൾ എല്ലാ ചെടികളും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ മുളകിൻ്റെ ഒരു മേൽഭാഗം മുറിഞ്ഞു പോയിട്ടോ. മുറിക്കണമെന്ന് ഞാൻ വിചാരിച്ചു, അപ്പോഴത്തേക്ക് നട്ടു കൊടുക്കാൻ മുറിക്കണം വിചാരിച്ചതാണ്. അപ്പോൾ അത് മാറ്റി നട്ടിട്ടില്ല, അപ്പോൾ അത് മുറിഞ്ഞു പോയി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റി നട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ ചെടികളും കണ്ടോ, വെള്ളം കുറച്ച് കൂടുതലായിട്ട് ചെടിയൊന്ന് ഒടിഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട്. വെള്ളം കൂടിയതല്ല, സാധാരണ ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടാണ് നനയ്ക്കാറുള്ളത്. ഇന്ന് എല്ലാ ചെടികൾക്കൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്യാമെന്ന് വെച്ചിട്ട് ഓസിട്ടിട്ട് നനച്ചത്. ഓസിട്ട് നനച്ചാൽ എനിക്ക് വരുന്ന ഒരു അബദ്ധമാണ് ഇത് കേട്ടോ. ഇങ്ങനെ ചെടികളൊക്കെ ഒന്ന് ചാഞ്ഞു പോകും. അപ്പോൾ എല്ലാ ചെടികളും നല്ല രീതിയിലൊക്കെ നനച്ചിട്ടുണ്ട് കേട്ടോ. നോക്ക്, അടിപൊളിയായിട്ട് എല്ലാം ഒന്ന് കുളിച്ച് സുന്ദരിയായിട്ടുണ്ട്. വെയിൽ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു വെയിൽ വരും, ചെറുതായിട്ടൊരു വെയിൽ നല്ലതാണ്. പക്ഷേ ഡയറക്റ്റ് വെയിൽ അഗ്ലോണിമ കലാത്തിയ ബിഗോണിയ പ്ലാന്റ്സിനൊന്നും ഇഷ്ടമല്ല. നോമ്പ് അവസാനമായതുകൊണ്ട് തന്നെ നല്ലൊരു ക്ഷീണമുണ്ട് കേട്ടോ. എല്ലാ ചെടികളും ഇന്നും നന്നായിട്ട് നനച്ചു കൊടുത്താണ്.